ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മൾ സദൃശവാക്കിൽ നിന്ന് പല ചിന്തകളും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ജ്ഞാനത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. ജ്ഞാനം എന്താണെന്നും അതിൻ്റെ ആരംഭം എന്താണെന്നും അതിൻ്റെ വില എന്താണെന്നും ജ്ഞാനം ആരാണെന്നും നമ്മൾ കേട്ടു. ഇന്നത്തെ അല്പസമയ ചിന്തയ്ക്കായിട്ട് നമുക്ക് 10-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. 10-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ 2 മക്കളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ജ്ഞാനമുള്ളൊരു മകനും ഭോഷനായൊരു മകനും. വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള 2 മക്കളാണ്. നമ്മൾ മാതാപിതാക്കളായ പലരും ചിന്തിക്കുന്നത് നമ്മുടെ മക്കളെപ്പോഴും സക്സസ്ഫുള്ളായിരിക്കണം, അവർ ട്രൂത്ത്ഫുള്ളായിരിക്കണം, അവർ നമ്മളെ പ്രൗഡായിട്ട് ഫീൽ ചെയ്യിക്കുന്നവരായിരിക്കണം എന്നൊക്കെയാണ്. നമ്മുടെ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പം ഇന്നത്തെ കാലത്ത് പല മക്കളും മാതാപിതാക്കളെ വ്യസനിപ്പിക്കുന്നവരും വേദനിപ്പിക്കുന്നവരും ലജ്ജിപ്പിക്കുന്നവരൊക്കെയാണ്. കേവലം മനുഷ്യരായ നമ്മുടെ മക്കളെക്കുറിച്ച് ചിലതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് മക്കളായ നമ്മളെക്കുറിച്ച് എന്തായിരിക്കും ആഗ്രഹിക്കുക എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. തീർച്ചയായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോകുന്ന മക്കളായിരിക്കണം എന്ന് തന്നെയായിരിക്കും. നമ്മൾ മുമ്പേയുള്ള അധ്യായങ്ങളിൽ വായിച്ചു യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നുള്ളത്. യഹോഭക്തിയോടെ ജീവിച്ച് ജ്ഞാനം സമ്പാദിച്ച് ദൈവത്തെ സന്തോഷിപ്പിച്ച് ജീവിക്കുന്ന മക്കളായിട്ടിരിക്കാൻ ദൈവം നമുക്കിടയാക്കട്ടെ. നമ്മൾ താഴോട്ട് വായിക്കുമ്പം നീതിയെക്കുറിച്ചും നീതിമാനെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നീതി മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു, യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല, നീതിമാൻ്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു, നീതിമാൻ്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്, നീതിമാൻ്റെ വായ് ജീവൻ്റെ ഉറവാകുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു വേഴ്സാണ് വേഴ്സ് നമ്പർ 3, യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല എന്നുള്ളത്. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന റൈച്ചസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും ദൈവം കൈവിടുകയില്ല. ഏത് സാഹചര്യ മധ്യത്തിലും കർത്താവ് അവനോട് കൂടെയിരിക്കും എന്ന് നമുക്ക് വായിക്കാനായിട്ട് ഇടയാകുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അനേകർ സാക്ഷ്യം പറയാനായിട്ട് ഉപയോഗിച്ചിരുന്നൊരു വാക്യമായിട്ട് ഇതിരിക്കുന്നു. അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളുടെ മധ്യത്തിലും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യത്തിൽ അവർ യഹോവയുടെ മുഖത്തേക്ക് നോക്കി വിടുതൽ പ്രാപിച്ചതായിട്ട് നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ആ വിധം നമുക്കും നമ്മുടെ നല്ലവനായ കർത്താവിനോട് പറ്റിച്ചേർന്ന് ജീവിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകുവാനായിട്ടും സക്സസ്ഫുള്ളായിട്ട് നമുക്ക് കടന്നു വരാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. വളരെ ചാലഞ്ചിങ് ആയിട്ടൊരു വാക്യമാണ് നീതിമാൻ്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടെന്നുള്ളത്. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങളാണ് നമ്മുടെ മരണശേഷം ഇവിടെ അവശേഷിക്കുന്നവർ ഓർത്തിരിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ തബീതയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. തബീത ദീനം വന്ന് മരിച്ചു പോയൊരവസ്ഥയിലാണ് പത്രോസ് അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. തബീതയ്ക്ക് ചുറ്റും ഇരുന്ന ആളുകൾ തബീതയുടെ നന്മകളെക്കുറിച്ച് പറയുന്നതും കരയുന്നതുമായിട്ട് നമ്മൾ വായിക്കുന്നു. ആ വിധം നമുക്ക് നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മളായിരിക്കുന്ന മേഖലയിൽ, നമ്മുടെ വീട്ടിൽ, സ്കൂളിൽ, കോളേജിൽ, ജോലി സ്ഥലത്ത്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിലൊക്കെ നമ്മളെങ്ങനെയാണ്, ഏത് വിധത്തിലാണ് നമ്മളായിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ മരണശേഷം അവർ നമ്മളെക്കുറിച്ച് ഓർക്കാനായിട്ടിടയാകുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഓർമ്മകൾ അവശേഷിപ്പിച്ചുകൊണ്ട് കടന്നു പോകുവാൻ ദൈവം നമുക്ക് ഏവർക്കും ഇടയാക്കട്ടെ. നീതിമാൻ്റെ വായ് ജീവൻ്റെ ഉറവാകുന്നു നമ്മൾ വായിക്കുന്നു. ഉറവ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി പ്രോസസ്സല്ല, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അതിൽ നിന്നും വരുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ മാത്രമേ അതുകൊണ്ടൊരു ഉപകാരം ആകുന്നുള്ളൂ. നീതിമാൻ്റെ വായ്, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, നമ്മുടെ സംസാരം മറ്റുള്ളവർക്ക് സമാധാനവും സന്തോഷവും നൽകുന്നതായിട്ടിരിക്കണം. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സായിരിക്കണം. അങ്ങനെ ആയിരിക്കാനായിട്ട് ദൈവം നമുക്കിടയാക്കട്ടെ. മടിയുള്ള കൈയും ഉത്സാഹിയുടെ കൈയും നമ്മൾ 4-ാം വാക്യത്തിൽ വായിക്കുന്നു. ദൈവനാമത്തിനായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മടിയുള്ളവരാണോ ഉത്സാഹികളാണോ? കർത്താവിനെക്കുറിച്ച് പറയാൻ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനായിട്ട് നമ്മൾ ഉത്സാഹം കാണിക്കുന്നവരാണോ? അങ്ങനെയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തിരുത്തി ഉത്സാഹികളായിട്ട് ജീവിക്കുവാൻ ആ വിധം നമ്മൾ സമ്പത്തുള്ളവരായി തീരുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നുവെന്ന്. ഭയമില്ലാതെ ജീവിക്കുന്ന ആൾക്കാർ നേരുള്ളവരാണ്. നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മളിരിക്കുമ്പോൾ നമ്മളെപ്പോഴും ട്രൂത്ത്ഫുള്ളാണോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അങ്ങനെ നടന്ന് നിർഭയമായി നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നീക്കുവാൻ ദൈവം നമുക്ക് ഏവർക്കും ഇടയാക്കട്ടെ. ഈ ചെറിയ ചിന്തകളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.